സത്യരാജ് എന്ന നടനെ നാം അറിയണമെന്നില്ല. എന്നാൽ കട്ടപ്പയെ അറിയാത്തവരുണ്ടാകില്ല. ബാഹുബലിയിലെ കട്ടപ്പ. ഈ കഥാപാത്രത്തിലൂടെ പാൻ ഇന്ത്യൻ പ്രശസ്തിയിലേക്ക് ഉയർന്നു സത്യരാജ്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇന്ന് സത്യരാജിനെ തിരിച്ചറിയുന്നത് കട്ടപ്പ എന്ന കഥാപാത്രത്തിലൂടെയാണ്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ് സത്യരാജ് സിനിമയിലെത്തുന്നത്. ശിവാജി ഗണേശൻ, കമൽഹാസൻ, രജനീകാന്ത് തുടങ്ങിയ നടന്മാരോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. വില്ലനായി, നായകനായി, കൊമേഡിയനായി, ആക്ഷൻ റോളുകളും ക്യാരക്ടർ റോളുകളും ചെയ്തു. 35 വയസ്സുള്ള രജനീകാന്തിൻ്റെ അച്ഛനായും സത്യരാജ് അഭിനയിച്ചു. അന്ന് അദ്ദേഹത്തിന് പ്രായം 31. തമിഴിന് പുറമെ തെലുങ്കിലും കന്നഡയിലും കൈവച്ചു സത്യരാജ്. 3 മലയാളം സിനിമകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മോഹൻലാലിലെ ലൈല ഓ ലൈല, ദിലീപിൻ്റെ ആഗതൻ, ആസിഫ് അലിയുടെ ഒറ്റ. ഇപ്പോഴിതാ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് സത്യരാജ്. സൽമാൻ ഖാനോടൊപ്പം സിക്കന്ദർ എന്ന ചിത്രം മാർച്ച് 30 റിലീസ് ചെയ്യും. വില്ലൻ വേഷത്തിലാണ് സത്യരാജ് എത്തുന്നത്. സൽമാൻ ഖാനോടൊപ്പം അഭിനയിച്ചതിനേക്കാൾ തനിക്ക് സന്തോഷമുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവ് സലീം ഖാനെ കാണാൻ കഴിഞ്ഞതാണ് എന്ന് വെളിപ്പെടുത്തുന്നു സത്യരാജ്. പപ്പ, കട്ടപ്പ എന്ന് പറഞ്ഞാണ് സൽമാൻ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത്. എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം സലീംജിയുടെ തിരക്കഥകളിലൂടെ എത്രയെത്ര ഹീറോകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. 47 വർഷമായി ഞാൻ സിനിമാ രംഗത്തുണ്ട്. വില്ലനായിട്ടാണ് തുടക്കം, പിന്നീട് നായകനായി. 100 സിനിമകളിൽ നായകനായി അഭിനയിച്ചു. സിക്കന്ദർ എന്ന സിനിമയിലൂടെ മുരുകദോസ് വില്ലനായി എന്നെ തിരികെ കൊണ്ടുവന്നു. അദ്ദേഹത്തോട് നന്ദിയുണ്ട്, സത്യരാജ് പറഞ്ഞു.